അങ്ങനെ രഞ്ജിത്ത് സംവിധാനം ചെയ്ത് വിക്രം നായകനായെത്തിയ തങ്കലാൻ. ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി വർക്കായില്ല. കാരണങ്ങളുണ്ട്. അപ്പോൾ തങ്കലാൻ എന്ന സിനിമ തുടങ്ങുന്നത് വന്നിട്ട് ഒരു സാധാരണ ഒരു അമർ ചിത്രകഥ അല്ലെങ്കിൽ ഒരു ബാലരമയിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവില്ലേ, അങ്ങനെ ഒരു കഥ പോലെയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പൊന്നുമല്ല, വർഷങ്ങൾക്ക് മുമ്പായ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഒരു 1850. അപ്പോൾ ബ്രിട്ടീഷിൽ കുറച്ച് പേര് ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു മല കടന്നു കഴിഞ്ഞാൽ അവിടെ ഫുള്ള് ഗോൾഡിൻ്റെ മല കിട്ടും. പക്ഷേ അങ്ങോട്ട് പോയവരെയൊക്കെ പ്രേതം കുന്നുകളയും എന്നുള്ള ഭീതിയിൽ അവിടുത്തെ ജനങ്ങളൊക്കെ ജീവിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ജനങ്ങളുടെ സ്വത്തുക്കളും എല്ലാം, ഈ കൃഷിഭൂമി ആയാലും എല്ലാം അവിടെ ജന്മികൾ കൈയാണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ട്രാക്കിൽ പോകുന്നുണ്ട്. വിക്രമിൻ്റെ കഥാപാത്രം ഇവിടെ കുട്ടികൾക്ക് പണ്ട് നടന്ന കഥ എന്ന രീതിയിൽ തൻ്റെ മുതുമുത്തശ്ശനായ ഗോൾഡിന് വേണ്ടി പോകുന്നതും അവർ അറ്റാക്ക് ചെയ്യുന്നതൊക്കെ ആയിട്ട് കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ത്രൂ ഔട്ട് ആ സിനിമയിൽ ആ കഥ കാണിക്കുന്നു. പിന്നീടാണ് അറിയുന്ന ആ കഥയൊന്നും നുണയല്ല, സത്യമാണെന്നുള്ള രീതിയിലുള്ള ഒരു ട്രാക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഇവർ സ്വർണം തേടി പോകുന്നു. ശരിക്കും എന്തെങ്കിലും സംഭവിക്കുന്നു, എന്തൊക്കെ സംഭവിക്കുന്നു, ഈ സ്വർണം കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ നാട്ടിൽ എല്ലാ സ്ഥിതിയും മാറുമെന്ന് വിക്രം വിശ്വസിക്കുന്നുണ്ട്. അതൊക്കെ മാറിയോ എന്നുള്ളതാണ് കഥ. ഈ കഥ എടുത്തു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ അല്ലെങ്കിൽ ഇത്രയുള്ള കഥ പോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അതിനെ ഒരു വലിയ ഗ്രാൻഡ് സ്കെയിലാക്കി എടുക്കാൻ നോക്കിയിട്ടില്ല. പകരം വളരെ ചുരുങ്ങിയ ആക്ടേഴ്സിനെ വെച്ചിട്ട് ഒരു സിമ്പിളായിട്ട് എടുക്കാനാണ് നോക്കിയിരിക്കുന്നത്. കാണുമ്പോൾ നമുക്കൊരു ബ്രഹ്മാണ്ഡ ചിത്രം എന്നുള്ള ഫീല് ട്രെയിലറിലൊക്കെ അനുഭവപ്പെട്ടതാണ്. അത്യാവശ്യം ഒരു ആയിരത്തിലൊരുവൻ എന്ന സിനിമ കാണുന്ന ഒരു ഫീലൊക്കെ ഉണ്ട് ഇടയ്ക്ക്. പക്ഷെ ത്രൂ ഔട്ട് എനിക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല ഈ സിനിമയിൽ എവിടെയും തന്നെ. പിന്നെ പ്ലസ് എന്ന് പറയുന്നത് വിക്രം, പാർവതി, മാളവിക തുടങ്ങിയവരുടെ ഗംഭീര പ്രകടനങ്ങളാണ്. അതെടുത്ത് പറയാൻ വേണം. പിന്നെ ജി.വി. പ്രകാശ്, പുള്ളിയുടെ മ്യൂസിക് ഒരു രക്ഷയില്ല. കാരണം നല്ല ഹൈ മൊമെൻറ്റ്സിലൊക്കെ കിട്ടേണ്ട കുറേ മ്യൂസിക്കുകൾ പുള്ളി ഇട്ടിട്ടുണ്ട്. പക്ഷേ ഹൈ മൊമെൻറ്റ്സ് ഒന്നും ഇല്ല. എനിക്ക് രഞ്ജിത്തിൻ്റെ പടങ്ങൾ എല്ലാത്തിലും ഞാൻ ശ്രദ്ധിച്ച് എനിക്കതൊരു പുള്ളിക്ക് നല്ല നല്ല മ്യൂസിക് സ്കോറുകളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ പുള്ളി നമ്മൾ വിചാരിക്കുന്ന പോലെ ചില പടങ്ങളിൽ അത് നമ്മൾ വിചാരിക്കുന്ന സ്ഥാനത്ത് ഇടുകയാറേ ഇല്ല. ഇത് എല്ലാവരും ഇട്ടിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ തക്കതായുള്ള സീനൊന്നും സിനിമയില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഒരു കഥാബുക്ക് വായിക്കുന്ന പോലെ ജസ്റ്റ് അവസാനം വരെ കണ്ടുപോകാം. പക്ഷെ അതിനെയും കുറച്ചുകൂടെ നല്ല രീതിയിൽ പറയാമായിരുന്നു. പക്ഷെ ഒരു എക്സൈറ്റ്മെൻറ്റോ ഒരു കാണുന്നൊരു പ്രേക്ഷകനെ വളരെയധികം ആകാംക്ഷപൂർവ്വം ഇരിക്കാൻ പറ്റുന്ന ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ കഥ തന്നെയാണ് വട്ടം ചുറ്റിച്ച് അവസാനം എത്തിക്കുന്ന പോലെയായിരുന്നു. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ് ഈ സിനിമയിൽ. അപ്പോൾ തങ്കലാൻ തിയേറ്ററിലുണ്ട്. ഞാൻ റെക്കമെൻഡ് ഒന്നും ചെയ്യില്ല. നിങ്ങൾക്ക് എത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ പോയി തിയേറ്ററിൽ കാണാം, അല്ലെങ്കിൽ OTT ഒന്ന് കാണാനും ഉള്ളതേ ഉള്ളൂ സിനിമ. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ അഭിപ്രായങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.